Hello friends, welcome back to Petsu. ഞാൻ കുറേ കാലമായി ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ നിന്ന് കാനഡയിലേക്ക് മൂവ് ചെയ്തു. അപ്പോൾ അതിൻ്റെ തിരക്കിലായ കാരണം വീഡിയോസൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോൾ ഇന്നൊരു ഫ്രീ ഡേ കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മളൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. നല്ല തണുപ്പുള്ള സമയമാണ്, ഫുൾ മഞ്ഞാണ് ഇവിടെ. അപ്പോൾ നല്ല തണുത്തിട്ട് ഒരു രക്ഷയില്ല, വർത്താനമൊന്നും പറയാൻ പറ്റണില്ല. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കൊരു പെറ്റിനെ വളർത്തണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പമായിട്ട് നോക്കാൻ പറ്റുന്ന ഒരു ബേർഡ് അല്ലെങ്കിൽ ഒരു പെറ്റ് എന്താ ആലോചിച്ചപ്പോൾ ഒരു കാനറി ബേർഡിൻ്റെ ഒരു ഓപ്ഷൻ കിട്ടി. കാനറി ബേർഡ്സ് നന്നായിട്ട് പാട്ട് പാടും, അവരുടെ സിംഗിങ് കേൾക്കാൻ നല്ല രസമാണ്. അപ്പോൾ ലവ് ബേർഡ്സ് പോലെ അങ്ങനെ ഒത്തിരി ശബ്ദം ഉണ്ടാക്കത്തില്ല, പക്ഷെ അവർ ഇടയ്ക്കൊക്കെയാണ് സിംഗ് ചെയ്യുന്നത്. നല്ല രസമായിരുന്നു അവരുടെ പാട്ടൊക്കെ കേൾക്കാനായിട്ട്. ഞാൻ ആ കാനറി ബേർഡിനെ മേടിച്ച ഒരു ബ്രീഡറിൻ്റെ അടുത്തു നിന്നാണ്. പുള്ളി അടിപൊളിയായിട്ട് ഈ ബേർഡ്സിനൊക്കെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൻ്റെ വീട്ടിൽ പോയിട്ടും നമുക്ക് ഒരു വീഡിയോ ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു മച്ചാനെ കണ്ടോ, അവൻ മഞ്ഞത്ത് ഭയങ്കര സീനായിക്കൊണ്ടിരിക്കുക. അവൻ മഞ്ഞത്ത് ഇങ്ങനെ ഒരു ജർമ്മൻ ഷെപ്പേർഡ്. അപ്പോൾ ഇനി ഈ പെറ്റ്സു എന്ന ചാനലിൽ പെറ്റ്സിൻ്റെ മാത്രം വീഡിയോസ് ആയിരിക്കില്ല വരുന്നത്. ഇവിടെ കാണുന്ന കാഴ്ചകൾ, ട്രാവൽ ചെയ്യുന്ന കാഴ്ചകൾ, പിന്നെ കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് എല്ലാം ഞാൻ ഇതിനകത്ത് ചെയ്യാൻ ശ്രമിക്കാം. അല്ലെങ്കിൽ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ നിങ്ങളിൽ എത്തിക്കാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ ചേച്ചും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. അപ്പോൾ കാനഡയിലുള്ള എല്ലാവർക്കും ഈ വീഡിയോസ് ഷെയർ ചെയ്യും. അപ്പോൾ കുറേ നേരം ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, അപ്പോൾ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ്. ഇത് ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അപ്പോൾ കാനഡയിൽ വന്നിട്ട് ഒരു പെറ്റിനെ വളർത്താൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ സ്റ്റേ ട്യൂൺ, ബൈ. 黒い飲み物な